viewers, welcome back to my channel. So ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു സോപ്പ് ഡിസ്പെൻസർ ആണ്. ഈ ഒരു സോപ്പ് ഡിസ്പെൻസറിന്റെ റേറ്റ് വരുന്നത് 159 rupees ആണ്. പല കളറിലുള്ള സോപ്പ് ഡിസ്പെൻസർ അവൈലബിൾ ആണ്. ഞാൻ ഇതിന്റെ ബ്ലൂ ആണ് ചൂസ് ചെയ്തത്. അപ്പം ഈ ഒരു സോപ്പ് ഡിസ്പെൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് മാത്രം സോപ്പ്, അതായത് ലിക്വിഡ് സോപ്പ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സ്പോഞ്ചും കൂടി അവൈലബിൾ ആണ്, സ്പോഞ്ച് സ്ക്രബ്ബർ. അതായത് ഒരു സൈഡ് നമുക്ക് ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യാനുള്ളതും മറ്റേ സൈഡ് നല്ല സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്യാനുള്ളതുമാണ്. നല്ല ആവശ്യത്തിന് പതയും ഒക്കെ ആവും, കാരണം നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയാവും. പിന്നെ ഈ ഒരു സോപ്പ് ഡിസ്പെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് ഇതിനകത്ത് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. BPA ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ അധികം അങ്ങനെ ടൈം കൺസ്യൂമിങ്ങും അല്ല. പിന്നെ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക, അങ്ങനെ സ്പില്ലും അങ്ങനെയുള്ളതൊന്നും ആവത്തില്ല. ജസ്റ്റ് നല്ല കിച്ചൺ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സോപ്പ് ഡിസ്പെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ക്ലീൻ ആക്കാനും പറ്റും. അതുകൂടാതെ ഇതിനൊരു പമ്പിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ നല്ല പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് ലിക്വിഡ് ഇതിനകത്ത് എടുക്കാൻ പറ്റും. 100 ml ലിക്വിഡ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കിച്ചണിൽ മാത്രമല്ല, ക്ലീനിങ് പേർപ്പസ് ഉള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസ്പെൻസറാണിത്. കാരണം വളരെ സ്മോൾ ആണ്, അത്യാവശ്യം കൊള്ളും, എന്നാൽ അത്ര സ്പേസ് കൺസ്യൂമിങ്ങേ അല്ല. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കും ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഇത് ഡീറ്റെയിൽ ആയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെയൊരു 3 ലെയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പമ്പ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകത്തൊന്നുമില്ല. പിന്നെ ഈ ഒരു ലെയർ വരും ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും താഴെയാണ് നമുക്ക് ഈ ലിക്വിഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ലിക്വിഡ് ഇത് കൂടെ വലിച്ചെടുക്കും. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം.